വിശുദ്ധ യൂദാശ്ലീഹായേ വിണ്ണിൽ മഹത്വമണിഞ്ഞവനെ വിസ്മയകരമാം നിന്നുടെ മാധ്യസ്ഥ്യം ഞങ്ങൾക്കുമിന്നു നൽകണമേ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ തീർത്ഥാടകരെ, യൂദാപുരം വിശുദ്ധ യൂദാശ്ലീഹായുടെ തിരുനാൾ ഒക്ടോബർ 31 സാഘോഷം കൊണ്ടാടുകയാണ്. നമ്മൾ ഓരോരുത്തരും നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയായി വിശുദ്ധ യൂദാശ്ലീഹായുടെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്നവരാണ്. വിശുദ്ധ യൂദാശ്ലീഹായുടെ തിരുശേഷിപ്പുമായുള്ള പ്രേക്ഷിത യാത്ര നമ്മളാൽ കഴിയാം വിധം വിശുദ്ധന്റെ നാമമഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കാമെന്ന് നാം ചെയ്തിട്ടുള്ള ആ ഉടമ്പടി പ്രകാരം നാം കേരളം മുഴുവനും നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഓരോ ഭവനങ്ങളിലൂടെയും വിശുദ്ധൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ദൈവം വിശുദ്ധനിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നന്മകളെ പ്രകീർത്തിച്ചും ഉദ്ഘോഷിച്ചും കൊണ്ടുള്ളൊരു യാത്രയാണ്. തിരുനാൾ പ്രസിഡന്റുമാരുടെ ഭവനങ്ങളിൽ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചും വിശുദ്ധന്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചും ഭവനങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ടും ഒരു പ്രേക്ഷിത യാത്ര ദൈവം കനിഞ്ഞു നൽകിയ യാത്രയാണ്. ഈശോ എപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, എന്നും ഞാൻ നിങ്ങളോട് കൂടെയാണ്. ആ കൂടെയുള്ള കർത്താവിനെ അനുഭവിക്കുവാൻ വിശുദ്ധന്റെ തിരുശേഷിപ്പിന്റെ സാന്നിധ്യം നമുക്ക് കൂടുതൽ പ്രചോദനവും അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ യൂദാശ്ലീഹ നമ്മെ എല്ലാവരെയും ദൈവസന്നിധിയിൽ അനുഗ്രഹത്തിനായി സമർപ്പിക്കട്ടെ. ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. അവിടുത്തെ വത്സല മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ബന്ധുവും മഹത്വപ്പെട്ടവനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ ഏറ്റെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഡെലിവറിയുടെ അന്നായിരുന്നു ഞാൻ യൂറോപ്പിൽ വന്നത്. അന്ന് നോക്കിയപ്പോൾ കൊച്ചിന് അനക്കുണ്ടായിരുന്നില്ലായിരുന്നു. അനക്കില്ലാണ്ട് കറക്റ്റ് ആ സമയത്ത് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് അച്ഛനെ ഉണ്ടായിരുന്നു. അച്ഛനൊക്കെ എനിക്ക് പറഞ്ഞത് ഒരു കുഴപ്പമുണ്ടാവില്ല, അന്ന് ഡെലിവറി ഉണ്ടായിട്ട് നമുക്ക് ഒരു നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ആ ടൈമിൽ തന്നെ ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടിറങ്ങി. അന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു ഈ ദിവസം അവനെ കൊടുക്കുന്നത്. ഇവിടുന്ന് ഇറങ്ങി പള്ളിന്ന് ഇറങ്ങി. അപ്പൊ ആ ടൈമിൽ തന്നെ ഏതൊരു സാക്ഷ്യവും അനുഗ്രഹങ്ങളെല്ലാം കർത്താവ് ജീവിക്കുന്നു എന്നുള്ളതാണ്. ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യമാണ് ഏതൊരു അപ്പോസ്തലനും ഏതൊരു വിശുദ്ധനും ഏതൊരു രക്തസാക്ഷികളും ഒക്കെ മുമ്പിട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധനിലൂടെ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ഇനിയും എല്ലാവർക്കും എല്ലായിടങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി. നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിന് ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേ യൂദാശ്ലീഹേ